Dear students, welcome to Learner's World. In this video, I'm going to talk about macro-linguistics, Introduction to Language and Linguistics, FAUGP, Semester 5, BA English Language and Literature, Calcutta University. Macro-linguistics. What is macro-linguistics? Macro-linguistics studies language from a broad perspective. It does not study only the structure of language, but also examines its relationship with society, culture, mind, brain, history, and human behavior. മാക്രോ ലിംഗ്വിസ്റ്റിക്സ് എന്താണെന്ന് വെച്ചാൽ ലാംഗ്വേജിനെ കുറച്ചും കൂടെ ബ്രോഡായിട്ട് വിശാലമായിട്ടുള്ള കാഴ്ചപ്പാടിൽ പഠിക്കുന്ന ഒരു ശാഖയാണ് മാക്രോ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അതായത് ഇത് ഭാഷയുടെ അതായത് ലാംഗ്വേജിൻ്റെ സ്ട്രക്ചറിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും നൽകുന്നില്ല. ഈ ഒരു ലാംഗ്വേജിന് സൊസൈറ്റി, സംസ്കാരം, മൈൻഡ്, ബ്രെയിന്, ഹിസ്റ്ററി, മനുഷ്യരുടെ പെരുമാറ്റം എന്നിവയുമായിട്ടുള്ള ബന്ധം ഒക്കെയാണ് മാക്രോ ലിംഗ്വിസ്റ്റിക്സിൽ പഠിക്കുന്നത്. ലാംഗ്വേജിൻ്റെ സ്ട്രക്ചർ കൂടുതൽ പഠിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അതാണ് മാക്രോ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ദ മേജർ ബ്രാഞ്ചസ് ഡിസ്കസ്ഡ് ഇൻ ദിസ് യൂണിറ്റ് ആർ. ഇനി നമുക്ക് പഠിക്കാനുള്ള ഈ ഒരു മാക്രോ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്ന മേജർ ടോപ്പിക്സുകൾ നോക്കാം. ലാംഗ്വേജ്, സൊസൈറ്റി ആൻഡ് കൾച്ചർ. ഈ ഒരു മെയിൻ ടൈറ്റിലിന് കീഴിൽ വരുന്ന സബ് ടൈറ്റിൽസ് ആണ്. സോഷ്യോ ലിംഗ്വിസ്റ്റിക്സ്, ആന്ത്രോപോളജിക്കൽ ലിംഗ്വിസ്റ്റിക്സ്, എത്നോ ലിംഗ്വിസ്റ്റിക്സ്, സ്റ്റൈലിസ്റ്റിക്സ്, ഗ്രാഫമിക്സ്. സോഷ്യോ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത് സാമൂഹിക ഭാഷാശാസ്ത്രമാണ്. ആന്ത്രപ്പോളജിക്കൽ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത് നരവംശ ഭാഷാശാസ്ത്രം. എത്നോ ലിംഗ്വിസ്റ്റിക് എന്ന് പറയുന്നത് വംശീയ അല്ലെങ്കിൽ സാംസ്കാരിക ഭാഷാശാസ്ത്രമാണ്. സ്റ്റൈലിസ്റ്റിക്സ് എന്ന് പറയുന്നത് ശൈലി വിജ്ഞാനം. ഗ്രാഫമിക്സ് എന്ന് പറയുന്നത് ലിഖിത ഭാഷാ പഠനമാണ്. ഇതുകൂടാതെ തന്നെ ലാംഗ്വേജ്, മൈൻഡ് ആൻഡ് ബ്രെയിൻ ഈ ഒരു മെയിൻ ടൈറ്റിലിൻ്റെ താഴെ വരുന്ന സബ് ടോപ്പിക്സ് ആണ്. സൈക്കോ ലിംഗ്വിസ്റ്റിക്സ്, കോഗ്നിറ്റീവ് ലിംഗ്വിസ്റ്റിക്സ്, ന്യൂറോ ലിംഗ്വിസ്റ്റിക്സ്, ബയോ ലിംഗ്വിസ്റ്റിക്സ്. സൈക്കോ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത് അതായത് മനോ ഭാഷാശാസ്ത്രമാണ്. കോഗ്നിറ്റീവ് ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത് നോളജ് ബേസ്ഡ് ആയിട്ടുള്ള ഭാഷാശാസ്ത്രമാണ്. അതുപോലെ ന്യൂറോ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത് നാഡീ ഭാഷാശാസ്ത്രമാണ്. ബയോ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത് ജൈവ ഭാഷാശാസ്ത്രമാണ്. ഇനി ലാംഗ്വേജ് ആൻഡ് ടൈം, അതിൻ്റെ കീഴിൽ വരുന്ന ടോപ്പിക്സുകളാണ് ഹിസ്റ്റോറിക്കൽ ലിംഗ്വിസ്റ്റിക്സ്, ചരിത്ര ഭാഷാശാസ്ത്രം, ഫിലോസഫി ഓഫ് ലാംഗ്വേജ്, ഭാഷയുടെ തത്വചിന്ത. അപ്പോൾ ഇത്രയും ടോപ്പിക്സാണ് ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. ലാംഗ്വേജ്, സൊസൈറ്റി ആൻഡ് കൾച്ചർ എന്ന് പറയുന്ന ഈ ഒരു മെയിൻ ടൈറ്റിൽ വരുന്ന സബ് ടോപ്പിക്സുകൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിൽ വരുന്നതാണ് സോഷ്യോ ലിംഗ്വിസ്റ്റിക്സ്, അതായത് ഭാഷ, സമൂഹം, സംസ്കാരം. ഇതിൽ വരുന്നതാണ് സോഷ്യോ ലിംഗ്വിസ്റ്റിക്സ്, സാമൂഹിക ഭാഷാശാസ്ത്രം. സോഷ്യോ ലിംഗ്വിസ്റ്റിക്സ് സ്റ്റഡീസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലാംഗ്വേജ് ആൻഡ് സൊസൈറ്റി. ഭാഷയും സമൂഹവും തമ്മിലുള്ള ഒരു ബന്ധം പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് സോഷ്യോ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇറ്റ് എക്സാമിൻസ് ഹൗ പീപ്പിൾ യൂസ് ലാംഗ്വേജ് ഡിഫറെൻ്റ്ലി അക്കോർഡിംഗ് ടു ഏജ്, ജെൻഡർ, സോഷ്യൽ ക്ലാസ്, റീജിയൻ, കമ്മ്യൂണിറ്റി, സിറ്റുവേഷൻ. അപ്പോൾ ഇതിൽ ഈ ഒരു സോഷ്യൽ ലിംഗ്വിസ്റ്റിക്സിൽ പറയുന്നത് ആളുകൾ സാഹചര്യത്തിനനുസരിച്ച്, അതായത് അവരുടെ പ്രായം, അവരുടെ ജെൻഡർ, സോഷ്യൽ ക്ലാസ്, സാമൂഹിക പദവി അല്ലെങ്കിൽ വർഗം, അവരുടെ പ്രദേശം, അവരുടെ സമൂഹം, സാഹചര്യം, ഇതിനനുസരിച്ച് ലാംഗ്വേജ് എങ്ങനെ വ്യത്യസ്തമായിട്ട് ഉപയോഗിക്കുന്നു എന്ന് പഠിക്കുന്നതാണ് സോഷ്യോ ലിംഗ്വിസ്റ്റിക് എന്ന് പറയുന്നത്. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുന്നുണ്ട്. എ പേഴ്സൺ മേ സ്പീക്ക് ഡിഫറെൻ്റ്ലി അറ്റ് ഹോം വിത്ത് ഫ്രണ്ട്സ് ആൻഡ് ഇൻ എ ഫോർമൽ ഇൻ്റർവ്യൂ. അതായത് ഒരു വ്യക്തി വീട്ടിൽ സംസാരിക്കുന്ന രീതിയും ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കുന്ന രീതിയും ഒരു ഇൻ്റർവ്യൂവിൽ വളരെ ഫോർമലായിട്ട് ഔപചാരികമായിട്ട് സംസാരിക്കുന്ന രീതിയൊക്കെ വ്യത്യസ്തമായിരിക്കും.
ലാംഗ്വേജ് ചേഞ്ചസ് അക്കോർഡിംഗ് ടു ദ സോഷ്യൽ സിറ്റുവേഷൻ ആൻഡ് ദ പീപ്പിൾ ഹൂ യൂസ് ഇറ്റ്. അതായത് ആളുകളും സാമൂഹിക സാഹചര്യങ്ങളും മാറുമ്പോൾ ഭാഷയുടെ ഉപയോഗത്തിലും മാറ്റം വരുന്നുണ്ട് എന്നാണ് സോഷ്യൽ ലിംഗ്വിസ്റ്റിക്സിൽ പറയുന്നത്. അടുത്തത് ആന്ത്രപ്പോളജിക്കൽ ലിംഗ്വിസ്റ്റിക്സ് ആണ്, നരവംശാസ്ത്ര ഭാഷാശാസ്ത്രം. ആന്ത്രപ്പോളജിക്കൽ ലിംഗ്വിസ്റ്റിക്സ് സ്റ്റഡീസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലാംഗ്വേജ്, കൾച്ചർ ആൻഡ് ഹ്യൂമൻ സൊസൈറ്റി. അതായത് ഇതിൽ പറയുന്നത് ഭാഷ, സംസ്കാരം, മനുഷ്യ സമൂഹം എന്നിവ തമ്മിലുള്ള ബന്ധം പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് ആന്ത്രപ്പോളജിക്കൽ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇറ്റ് എക്സാമിൻസ് കൾച്ചറൽ ബിലീഫ്സ്, കസ്റ്റംസ്, ട്രഡീഷൻസ്, സോഷ്യൽ പ്രാക്ടീസസ്, ഓറൽ ട്രഡീഷൻസ്, സ്റ്റോറി ടെല്ലിംഗ്, കമ്മ്യൂണിക്കേഷൻ പാറ്റേൺസ്. അപ്പോൾ ഈ ഒരു ശാസ്ത്രശാഖയിൽ പഠിക്കുന്നത് സാംസ്കാരിക വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, പാരമ്പര്യങ്ങൾ, സാമൂഹിക രീതികൾ, വാമൊഴി പാരമ്പര്യങ്ങൾ, അതാണ് ഓറൽ ട്രഡീഷൻസ്. സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറഞ്ഞാൽ കഥ പറച്ചിൽ, ആശയവിനിമയ രീതികൾ ഒക്കെ ഇതിൽ പഠിക്കുന്നുണ്ട്. ലാംഗ്വേജ് ഹെൽപ്സ് us അണ്ടർസ്റ്റാൻഡ് ദ കൾച്ചർ ആൻഡ് ഐഡൻറ്റിറ്റി ഓഫ് എ കമ്മ്യൂണിറ്റി. ഒരു സമൂഹത്തിൻ്റെ സംസ്കാരവും വ്യക്തിത്വവും മനസ്സിലാക്കാൻ ലാംഗ്വേജ്, ഭാഷ നമ്മളെ സഹായിക്കുന്നുണ്ട്. ലാംഗ്വേജ് ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് കൾച്ചർ ആൻഡ് ഹ്യൂമൻ ലൈഫ്. ഭാഷ മനുഷ്യ ജീവിതത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. അടുത്തത് എത്നോ ലിംഗ്വിസ്റ്റിക്സ് ആണ്, വംശീയ അല്ലെങ്കിൽ സാംസ്കാരിക ഭാഷാശാസ്ത്രം എന്ന് പറയും. എത്നോ ലിംഗ്വിസ്റ്റിക്സ് സ്റ്റഡീസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലാംഗ്വേജ് ആൻഡ് ദ കൾച്ചറൽ ലൈഫ് ഓഫ് എ പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റി ഓർ എത്നിക് ഗ്രൂപ്പ്. അതായത് ഒരു പ്രത്യേക സമൂഹത്തിൻ്റെയോ വംശീയ വിഭാഗത്തിൻ്റെയോ ഭാഷയും സാംസ്കാരിക ജീവിതവും തമ്മിലുള്ള ബന്ധമാണ് എത്നോ ലിംഗ്വിസ്റ്റിക്സിൽ പഠിക്കുന്നത്. It examines how culture is reflected in vocabulary, expressions, names, proverbs, traditional knowledge, agricultural practices. അതായത് ഈ ഒരു എത്നോ ലിംഗ്വിസ്റ്റിക്സ് എക്സാമിൻ ചെയ്യുന്നത്, അതായത് സംസ്കാരം ഭാഷയിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു എന്നാണ് ഇത് പരിശോധിക്കുന്നത്. ഇതിൽ വൊക്കാബുലറി, പദസമ്പത്ത്, എക്സ്പ്രഷൻസ്, പ്രയോഗങ്ങൾ, നെയിംസ്, പേരുകൾ, പ്രോവേർബ്സ്, പഴഞ്ചൊല്ലുകൾ, ട്രഡീഷണൽ നോളജ്, പരമ്പരാഗതമായിട്ടുള്ള അറിവ്, അഗ്രികൾച്ചറൽ പ്രാക്ടീസസ്, കൃഷി രീതികൾ ഒക്കെ ഇതിൽ പെടുന്നതാണ്. ഫോർ എക്സാമ്പിൾ, the vocabulary used by a farming community may reflect its agricultural knowledge and traditions. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു കർഷക സമൂഹം ഉപയോഗിക്കുന്ന പ്രത്യേക പദങ്ങൾ അവരുടെ കാർഷിക അറിവും പാരമ്പര്യവും ഒക്കെ പ്രതിഫലിപ്പിക്കും. ലാംഗ്വേജ് പ്രിസർവ് ദ കൾച്ചറൽ നോളജ് ആൻഡ് ഐഡൻറ്റിറ്റി ഓഫ് എ കമ്മ്യൂണിറ്റി. ഭാഷ ഒരു സമൂഹത്തിൻ്റെ സാംസ്കാരിക അറിവും വ്യക്തിത്വവും ഒക്കെ സംരക്ഷിക്കുന്നുണ്ട്. നെക്സ്റ്റ് സ്റ്റൈലിസ്റ്റിക്സ് ആണ്, ശൈലീവിജ്ഞാനം. Stylistic studies style in language, especially how writers and speakers use language to create particular effects. ഭാഷയിലെ ശൈലിയെക്കുറിച്ചിട്ടുള്ള പഠനമാണ് സ്റ്റൈലിസ്റ്റിക്സ് എന്ന് പറയുന്നത്. എഴുത്തുകാരും അതുപോലെ സ്പീക്കേഴ്സ്, സംസാരിക്കുന്നവരും പ്രത്യേക ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ ഭാഷ എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് ഇത് പഠിക്കുന്നുണ്ട്. It examines word choice, sentence structure, repetition, imagery, rhythm, tone, figure of speech. അപ്പോൾ ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പരിശോധിക്കുന്നത് വേർഡ് ചോയ്സ്, പദങ്ങളുടെ തിരഞ്ഞെടുപ്പ്, സെൻറ്റൻസ് സ്ട്രക്ചർ, വാക്യഘടന, റെപ്പിറ്റേഷൻ, ആവർത്തനം, ഇമേജറി, റിതം, താളം, ടോണ്, സ്വരം, ഫിഗർ ഓഫ് സ്പീച്ച്, അലങ്കാര പ്രയോഗങ്ങൾ. It can be used to study poems, novels, speeches, advertisements and everyday communication. അതായത് ഇതിൽ കവിത, നോവല്, പ്രസംഗം, പരസ്യം, ദൈനംദിന ആശയവിനിമയം എന്നിവ പഠിക്കാനൊക്കെ സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കുന്നുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സ് എക്സ്പ്ലെയിൻസ് ഹൗ ലാംഗ്വേജ് ഈസ് യൂസ്ഡ് ക്രിയേറ്റീവ്ലി ആൻഡ് ഇഫക്റ്റീവ്ലി. ഭാഷയെ സൃഷ്ടിപരമായും ഫലപ്രദമായും എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് സ്റ്റാറ്റിസ്റ്റിക്സ് വിശദീകരിക്കുന്നുണ്ട്. അടുത്ത ഗ്രാഫമിക്സ് ആണ്, ലിഖിത ഭാഷാ പഠനം. ഗ്രാഫമിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് റൈറ്റിംഗ് സിസ്റ്റംസ് ആൻഡ് ദ വിഷ്വൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ലാംഗ്വേജ്. ഗ്രാഫമിക്സ് എന്ന് പറയുന്നത് ഭാഷയുടെ എഴുത്ത് രീതികളും ദൃശ്യരൂപത്തിലുള്ള റെപ്രസെൻറ്റേഷൻ, പ്രതിനിധാനവും പഠിക്കുന്ന ഒന്നാണ് ഗ്രാഫമിക്സ്. ഇറ്റ് സ്റ്റഡീസ് ലെറ്റേഴ്സ്, സിംബൽസ്, സ്പെല്ലിംഗ്, റൈറ്റിംഗ് സിസ്റ്റംസ്, പങ്ക്ച്വേഷൻ, ഡിഫറെൻറ്റ് സ്ക്രിപ്റ്റ്സ്. അപ്പോൾ ഗ്രാഫമിക്സ് പഠിക്കുന്നത്
അക്ഷരങ്ങൾ, ചിഹ്നങ്ങൾ, അക്ഷരവിന്യാസം, എഴുത്ത് രീതികൾ, പങ്ക്ച്വേഷൻ മാർക്സ്, വിവിധ ലിപികളൊക്കെയാണ്. ഇറ്റ് ഓൾസോ എക്സാമിൻസ് ഹൗ റിട്ടൺ ലാംഗ്വേജ് റെപ്രസെൻറ്റ് സ്പോക്കൺ ലാംഗ്വേജ്. അതുപോലെ ഇത് പരിശോധിക്കുന്ന മറ്റൊരു കാര്യം എഴുത്തുഭാഷ സംസാര ഭാഷയെ എങ്ങനെ പ്രതിനിധീകരിക്കുന്നു എന്നും ഇത് പരിശോധിക്കുന്നുണ്ട്. ഗ്രാഫമിക്സ് സ്റ്റഡീസ് ലാംഗ്വേജ് ഇൻ റിട്ടൺ ഫോം. ഗ്രാഫമിക്സ് എന്ന് പറയുന്നത് എഴുത്ത് രൂപത്തിലുള്ള ഭാഷയുടെ പഠനമാണ്. അടുത്ത ഒരു മെയിൻ ടൈറ്റിലാണ് ലാംഗ്വേജ്, മൈൻഡ് ആൻഡ് ബ്രെയിൻ. അതിൽ വരുന്നതാണ് സൈക്കോലിംഗ്വിസ്റ്റിക്സ്, മനോഭാഷാശാസ്ത്രം. സൈക്കോലിംഗ്വിസ്റ്റിക്സ് സ്റ്റഡീസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലാംഗ്വേജ് ആൻഡ് ദ ഹ്യൂമൻ മൈൻഡ്. ഭാഷയും മനുഷ്യൻ്റെ മനസ്സും തമ്മിലുള്ള ബന്ധമാണ് സൈക്കോലിംഗ്വിസ്റ്റിക്സുകൾ പഠിക്കുന്നത്. ഇറ്റ് എക്സാമിൻസ് ഹൗ പീപ്പിൾ ലേൺ ലാംഗ്വേജ്, അണ്ടർസ്റ്റാൻഡ് ലാംഗ്വേജ്, പ്രൊഡ്യൂസ് സ്പീച്ച്, റിമെമ്പർ വേർഡ്സ്, പ്രോസസ് സെൻറ്റൻസസ്. ഇതിൽ ആളുകൾ എങ്ങനെ ഭാഷ പഠിക്കുന്നു, ഭാഷ എങ്ങനെ മനസ്സിലാക്കുന്നു, ആളുകൾ എങ്ങനെ ഭാഷ സംസാരിക്കുന്നു, എങ്ങനെ വാക്കുകൾ ഓർമ്മിക്കുന്നു, വാക്യങ്ങൾ എങ്ങനെ പ്രോസസ്സ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പഠിക്കുന്നത്. ഇറ്റ് ഓൾസോ സ്റ്റഡീസ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് ഇൻ ചിൽഡ്രൻ ആൻഡ് ലാംഗ്വേജ് ഡിഫിക്കൽട്ടീസ്. അതോടൊപ്പം തന്നെ കുട്ടികളിലെ ഭാഷാ വികസനവും അതുപോലെ ഭാഷാപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഇതിൻ്റെ പഠന വിഷയമായിട്ട് വരുന്നുണ്ട്. സൈക്കോലിംഗ്വിസ്റ്റിക് എക്സ്പ്ലെയിൻസ് ഹൗ ദ മൈൻഡ് ലേൺസ് ആൻഡ് യൂസസ് ലാംഗ്വേജ്. മനസ്സെങ്ങനെ ഭാഷ പഠിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നു എന്ന് സൈക്കോലിംഗ്വിസ്റ്റിക്സ് വിശദീകരിക്കുന്നു. അടുത്തത് കോഗ്നിറ്റീവ് ലിംഗ്വിസ്റ്റിക്സ് ആണ്. കോഗ്നിറ്റീവ് ലിംഗ്വിസ്റ്റിക്സ് സ്റ്റഡീസ് ലാംഗ്വേജ് ഇൻ റിലേഷൻ ടു ഹ്യൂമൻ തിങ്കിങ് ആൻഡ് എക്സ്പീരിയൻസ്. അതായത് മനുഷ്യൻ്റെ ചിന്തയും അനുഭവവും ഭാഷയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് കോഗ്നിറ്റീവ് ലിംഗ്വിസ്റ്റിക്സ് പഠിക്കുന്നത്. ഇറ്റ് എക്സ്പ്ലെയിൻസ് ഹൗ പീപ്പിൾ യൂസ് മെൻ്റൽ പ്രോസസ്സസ് ടു അണ്ടർസ്റ്റാൻഡ് മീനിങ്, categorize things, form concepts, interpret experiences, understand metaphors. ഇതിൽ കോഗ്നിറ്റീവ് ലിംഗ്വിസ്റ്റിക്സിൽ മനുഷ്യരെങ്ങനെ അർത്ഥം മനസ്സിലാക്കുന്നു, കാര്യങ്ങളെങ്ങനെ കാറ്റഗറൈസ് ചെയ്യുന്നു, അതായത് ഓരോ വിഭാഗങ്ങളാക്കുന്നു, ആശയങ്ങളെങ്ങനെ രൂപപ്പെടുത്തുന്നു, അനുഭവങ്ങളെ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു, രൂപകങ്ങളെ അതായത് മെറ്റഫേഴ്സ് എങ്ങനെ മനസ്സിലാക്കുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ട്. ഇറ്റ് ആർഗ്യൂസ് ദാറ്റ് ലാംഗ്വേജ് ഈസ് ക്ലോസ്ലി കണക്റ്റഡ് വിത്ത് ദ വേ ഹ്യൂമൻസ് തിങ്ക് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ വേൾഡ്. അതായത് ഇതിൽ കൂടുതൽ ആർഗ്യൂ ചെയ്യുന്നത് മനുഷ്യന്മാർ എങ്ങനെയാണ് ചിന്തിക്കുന്നത്, അവരെങ്ങനെയാണ് ലോകത്തെ കാണുന്നത് എന്ന്, അത് രണ്ടും ക്ലോസ്ലി കണക്റ്റഡ് ആണ് ഭാഷയുമായിട്ട് എന്നാണ് പറയുന്നത്. ലാംഗ്വേജ് റിഫ്ലക്ട്സ് ഹ്യൂമൻ തോട്ട് ആൻഡ് എക്സ്പീരിയൻസ്. ഭാഷ മനുഷ്യൻ്റെ ചിന്തയെയും അനുഭവങ്ങളെയൊക്കെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അടുത്തത് ന്യൂറോ ലിംഗ്വിസ്റ്റിക്സ് ആണ്, നാഡ്യഭാഷാശാസ്ത്രം. ന്യൂറോ ലിംഗ്വിസ്റ്റിക്സ് സ്റ്റഡീസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലാംഗ്വേജ് ആൻഡ് ദ ബ്രെയിൻ. ഭാഷയും മസ്തിഷ്കവും തമ്മിലുള്ള ബന്ധമാണ് ന്യൂറോ ലിംഗ്വിസ്റ്റിക്സ് പഠിക്കുന്നത്. ഇറ്റ് ഇൻവെസ്റ്റിഗേറ്റ്സ് ഹൗ ദ ബ്രെയിൻ പ്രൊഡ്യൂസസ് സ്പീച്ച്, അണ്ടർസ്റ്റാൻഡ് ലാംഗ്വേജ്, റീഡ്സ്, റൈറ്റ്സ്, പ്രോസസ് വേർഡ്സ്. അതായത് ഇതിൽ പരിശോധിക്കുന്ന കാര്യങ്ങൾ, ന്യൂറോ ലിംഗ്വിസ്റ്റിക്കുകൾ പരിശോധിക്കുന്നത്, അതായത് നമ്മുടെ ബ്രെയിൻ എങ്ങനെ സംസാരിക്കുന്നു, എങ്ങനെ ഭാഷ മനസ്സിലാക്കുന്നു, അതുപോലെ എങ്ങനെ നമ്മളെ ബ്രെയിൻ വായിക്കുന്നു, എഴുതുന്നു, വാക്കുകൾ പ്രോസസ്സ് ചെയ്യുന്നു എന്നിവ ഒക്കെയാണ് പരിശോധിക്കുന്നത്. ഇറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് ഇൻ സ്റ്റഡിയിങ് ലാംഗ്വേജ് ഡിസോർഡേഴ്സ് കോസ്ഡ് ബൈ ബ്രെയിൻ ഡാമേജ് ഓർ ന്യൂറോളജിക്കൽ കണ്ടീഷൻസ്. മസ്തിഷ്കത്തിന്, അതായത് നമ്മുടെ ബ്രെയിനിന് സംഭവിക്കുന്ന തകരാറുകൾ മൂലമുള്ള ഭാഷാ വൈകല്യങ്ങൾ പഠിക്കുന്നതിനും ഇത് പ്രധാനമാണ്. ന്യൂറോ ലിംഗ്വിസ്റ്റിക്സ് എക്സ്പ്ലെയിൻസ് ഹൗ ദ ബ്രെയിൻ പ്രോസസ് ലാംഗ്വേജ്. അതായത് നമ്മുടെ ബ്രെയിൻ ഭാഷയെ എങ്ങനെ പ്രോസസ്സ് ചെയ്യുന്നു എന്നാണ് ന്യൂറോ ലിംഗ്വിസ്റ്റിക്സുകൾ വിശദീകരിക്കുന്നത്. സൈക്കോ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത് മൈൻഡ് പ്ലസ് ലാംഗ്വേജ് ആണ്. അതായത് മനസ്സും ഭാഷയും ചേർന്നതാണ് സൈക്കോ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ന്യൂറോ ലിംഗ്വിസ്റ്റിക് എന്ന് പറയുന്നത് ബ്രെയിൻ ലാംഗ്വേജ്, നമ്മുടെ മസ്തിഷ്കവും ഭാഷയും ചേർന്നതാണ് ന്യൂറോ ലിംഗ്വിസ്റ്റിക്സ്. അടുത്തത് ബയോലിംഗ്വിസ്റ്റിക്സ് ആണ്, ജൈവ ഭാഷാശാസ്ത്രം. ബയോലിംഗ്വിസ്റ്റിക്സ് സ്റ്റഡീസ് ലാംഗ്വേജ് ഇൻ റിലേഷൻ ടു ഹ്യൂമൻ ബയോളജി ആൻഡ് എവല്യൂഷൻ.
മനുഷ്യൻ്റെ ജീവശാസ്ത്രവും പരിണാമവും ഭാഷയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ബയോലിംഗ്വിസ്റ്റിക്സ് പഠിക്കുന്നു. ഇറ്റ് ആസ്ക്സ് ക്വസ്റ്റ്യൻസ് സച്ച് as why do humans have the ability to use language? How did language develop? What biological factors make language possible? അപ്പോൾ ഈ ബയോലിംഗ്വിസ്റ്റിക്സുകൾ ചോദിക്കുന്ന പ്രധാന ചോദ്യങ്ങളിലാണ് ഒന്നാണ് മനുഷ്യർക്ക് ഭാഷ ഉപയോഗിക്കാനുള്ള കഴിവ് എന്തുകൊണ്ടാണ്, ഭാഷ എങ്ങനെയാണ് വികസിച്ചത്, ഭാഷ സാധ്യമാക്കുന്ന ജൈവ ഘടകങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ഈ ബയോലിംഗ്വിസ്റ്റുകൾ ബയോളജി, ജനറ്റിക്സ്, ന്യൂറോ സയൻസ്, എവല്യൂഷൻ സ്റ്റഡീസ് തുടങ്ങിയിട്ടുള്ള മേഖലകളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ബയോലിംഗ്വിസ്റ്റിക് സ്റ്റഡീസ് ദ ബയോളജിക്കൽ ഫൗണ്ടേഷൻസ് ഓഫ് ഹ്യൂമൻ ലാംഗ്വേജ്. മനുഷ്യഭാഷയുടെ ജൈവപരമായ അടിസ്ഥാനങ്ങൾ പഠിക്കുന്നതാണ് ബയോലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അടുത്തത് ലാംഗ്വേജ് ആൻഡ് ടൈം ആണ്. അതിൽ വരുന്നതാണ് ഹിസ്റ്റോറിക്കൽ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത്, ചരിത്ര ഭാഷാശാസ്ത്രം. ഹിസ്റ്റോറിക്കൽ ലിംഗ്വിസ്റ്റിക്സ് സ്റ്റഡീസ് ഹൗ ലാംഗ്വേജസ് ചേഞ്ച് ഓവർ ടൈം. ടൈം, കാലക്രമത്തിൽ ഭാഷകൾ എങ്ങനെ മാറുന്നു എന്ന് ഹിസ്റ്റോറിക്കൽ ലിംഗ്വിസ്റ്റിക്സ് പഠിക്കുന്നു. ലാംഗ്വേജ് കണ്ടിന്യൂസ്ലി ചേഞ്ചസ് ഇൻ പ്രൊനൗൺസിയേഷൻ, വൊക്കാബുലറി, ഗ്രാമർ, മീനിങ്. അതായത് ഭാഷ തുടർച്ചയായിട്ട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് അതിൻ്റെ ഉച്ചാരണത്തിൽ, പദസമ്പത്തിൽ, ഗ്രാമറിൽ, മീനിങ്ങിലൊക്കെ. ഇറ്റ് ഓൾസോ കമ്പയർസ് ഓൾഡർ ആൻഡ് ന്യൂവർ ഫോംസ് ഓഫ് ലാംഗ്വേജസ്. അതായത് പഴയ ഭാഷയും അതിൻ്റെ ഭാഷാരൂപവും പുതിയ ഭാഷാരൂപവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ കമ്പാരിസൺ നടത്തുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഓൾഡ് ഇംഗ്ലീഷ് ആൻഡ് മോഡേൺ ഇംഗ്ലീഷ് ആർ വെരി ഡിഫറെൻറ്റ് ബിക്കോസ് ഇംഗ്ലീഷ് ഹാസ് ചേഞ്ച്ഡ് ഓവർ സെഞ്ചുറീസ്. അതിനൊരു ഉദാഹരണം പറയുന്നുണ്ട്. ഓൾഡ് ഇംഗ്ലീഷും മോഡേൺ ഇംഗ്ലീഷ്, അതായത് പഴയ കാലഘട്ടത്തിലെ ഇംഗ്ലീഷും ആധുനിക കാലഘട്ടത്തിലെ ഇംഗ്ലീഷും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. കാരണം നൂറ്റാണ്ടുകളിലൂടെ ഇംഗ്ലീഷ് ഭാഷയിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഹിസ്റ്റോറിക്കൽ ലിംഗ്വിസ്റ്റിക്സ് ഓൾസോ സ്റ്റഡീസ് ലാംഗ്വേജ് ഫാമിലീസ്, ലാംഗ്വേജ് ഒറിജിൻസ്, ലാംഗ്വേജ് കോണ്ടാക്ട്, മൈഗ്രേഷൻ, ബോറോയിങ്, കൾച്ചറൽ ഇൻഫ്ലുവൻസ്. ഹിസ്റ്റോറിക്കൽ ലിംഗ്വിസ്റ്റിക്സുകൾ പഠിക്കുന്ന മേഖലകളാണ് ലാംഗ്വേജ് ഫാമിലീസ്, ഭാഷയുടെ ഉത്ഭവം, അതുപോലെ ലാംഗ്വേജ് കോണ്ടാക്റ്റ്, മൈഗ്രേഷൻ, കുടിയേറ്റം, പദങ്ങളുടെ കടമെടുക്കൽ, സാംസ്കാരിക സ്വാധീനം തുടങ്ങിയിട്ടുള്ളതൊക്കെ. ഹിസ്റ്റോറിക്കൽ ലിംഗ്വിസ്റ്റിക്സ് എക്സ്പ്ലെയിൻ ദ ഡെവലപ്മെൻറ്റ് ആൻഡ് ചേഞ്ച് ഓഫ് ലാംഗ്വേജ് ഓവർ ടൈം. ഭാഷയുടെ വികസനവും കാലക്രമത്തിലുള്ള മാറ്റവും ഹിസ്റ്റോറിക്കൽ ലിംഗ്വിസ്റ്റിക്സ് വിശദീകരിക്കുന്നുണ്ട്. നെക്സ്റ്റ്, ഫിലോസഫി ഓഫ് ലാംഗ്വേജ്. ഫിലോസഫി ഓഫ് ലാംഗ്വേജ് സ്റ്റഡീസ് ദ ഡീപ്പർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലാംഗ്വേജ്, മീനിങ്, തോട്ട് ആൻഡ് റിയാലിറ്റി. ഭാഷ, അതിൻ്റെ മീനിങ്, തോട്ട്, റിയാലിറ്റി എന്നിവ തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധമാണ് ഫിലോസഫി ഓഫ് ലാംഗ്വേജ് പഠിക്കുന്നത്. ഇറ്റ് ആസ്ക്സ് ക്വസ്റ്റ്യൻസ് സച്ച് as വാട്ട് ഇസ് മീനിങ്. ഇത് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. അർത്ഥം എന്താണ്? ഹൗ ഡു വേർഡ്സ് റെപ്രസെൻറ്റ് തിങ്സ്. വാക്കുകൾ കാര്യങ്ങളെ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഹൗ ഡസ് ലാംഗ്വേജ് കമ്മ്യൂണിക്കേറ്റ് ഐഡിയാസ്. ഭാഷ ആശയങ്ങളെ എങ്ങനെയാണ് ആശയവിനിമയം ചെയ്യുന്നത്? അതോടൊപ്പം തന്നെ ഹൗ ഡസ് കോണ്ടെക്സ്റ്റ് എഫക്റ്റ് മീനിങ്. സന്ദർഭം, കോണ്ടെക്സ്റ്റ് മീനിങ്ങിനെ എങ്ങനെ സ്വാധീനിക്കുന്നു? വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലാംഗ്വേജ് ആൻഡ് തോട്ട്. ഭാഷയും ചിന്തയും തമ്മിലുള്ള ബന്ധം എന്താണ് തുടങ്ങിയിട്ടുള്ള കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഇതിൽ. ഇമ്പോർട്ടൻറ്റ് ഫിലോസഫേഴ്സ് മെൻഷൻ ഇൻക്ലൂഡ് പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ, ലഡ്വിഗ് വിറ്റ്ജൻസ്റ്റൈൻ, ജെയിൽ ഓസ്റ്റിൻ തുടങ്ങിയിട്ടുള്ളവർ. അതായത് ഇതിലെ പ്രധാന തത്വചിന്തകരാണ് പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ, ലുഡിങ് വിറ്റ്ജൻസ്റ്റൈൻ, ജെയിൽ ഓസ്റ്റിൻ തുടങ്ങിയിട്ടുള്ളതൊക്കെ. ഫിലോസഫി ഓഫ് ലാംഗ്വേജ് സ്റ്റഡീസ് മീനിങ്, കമ്മ്യൂണിക്കേഷൻ, തോട്ട് ആൻഡ് റിയാലിറ്റി. അതായത് ആശയവിനിമയം, തോട്ട്, റിയാലിറ്റി എന്നിവയുമായിട്ട് ഭാഷയ്ക്കുള്ള ബന്ധമാണ് ഫിലോസഫി ഓഫ് ലാംഗ്വേജ് പഠിക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങളുടെ എക്സാം പോയിൻറ്റ്സിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രീതിയിൽ കുറച്ച് നോട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതായത് ഒരു
ഡിവിഷൻ നടത്താൻ രൂപത്തിൽ, അതായത് സോഷ്യോ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത് ലാംഗ്വേജ് ആൻഡ് സൊസൈറ്റിയാണ്, അതായത് ഭാഷയും സമൂഹമാണ് സോഷ്യോ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു ഷോർട്ടായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക.